നമസ്കാരം. ഇന്ന് സംരംഭത്തിൻ്റെ എരിവും പുളിയും എന്ന സെഷനിൽ നമ്മുടെ കൂടെ എത്തിയിരിക്കുന്നത് ഫ്ലോറൻസ് നിഷ്മിത മാമാണ്. ഫ്ലോറൻസ് നിഷ്മിത മാം നിഷ്പ്രയ ഫുഡ് പ്രൊഡക്ട്സിൻ്റെ ഫൗണ്ടറാണ്. അതുകൂടാതെ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളും കൂടെയാണ്. ഷീസ് എ ബി.ടെക് ഹോൾഡർ, ആഫ്റ്റർ ദാറ്റ് എം.ടെക്, ദെൻ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ സെൻറ്റ് ജോസഫ് എഞ്ചിനീയറിംഗ് കോളേജ്. അവിടെ എംബഡഡ് സിസ്റ്റത്തിൽ സ്പെഷ്യലൈസ് ചെയ്യുമായിരുന്നു. അതിനുശേഷമാണ് ഇങ്ങോട്ട് വരുന്നത്, ഈ ഒരു ഫുഡ് പ്രോഡക്റ്റിൻ്റെ സ്റ്റാർട്ടപ്പിലോട്ട് വരുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ അടുക്കളയിൽ ഇപ്പം എല്ലായിടത്തും റെഡിമെയ്ഡ് കറി പൗഡറുകളുടെ കാലമാണ്. ഇപ്പോൾ എന്നല്ല, കുറേ വർഷങ്ങളായിട്ട് റെഡിമെയ്ഡ് കറി പൗഡറുകളുടെ കാലമാണ്. അപ്പോൾ അതിനകത്തോട്ട് അത് നമ്മൾ ഡെയിലി നമ്മൾ ഉപയോഗിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു പേടിയോ അല്ലെങ്കിൽ മായം അങ്ങനെ എന്തെങ്കിലും ഒരു ആശങ്കകൾ ഇല്ലാത്തവർ വളരെ കുറവായിരിക്കും. അപ്പോൾ ആ ഒരു പേടിയോ അല്ലെങ്കിൽ ആ ഒരു ഇതിനകത്തു നിന്നായിരിക്കണം ഒരുപക്ഷെ മാമിൻ്റെ ഇങ്ങനെ ഒരു സ്റ്റാർട്ടപ്പിലോട്ട് വന്നത് എന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. അതോടൊപ്പം എങ്ങനെയാണ് ഈ ഒരു ടെക്നിക്കൽ അല്ലെങ്കിൽ ഇങ്ങനെയൊരു സൈഡിൽ നിന്ന് ഞങ്ങളുടെ അടുക്കളകളിലെ കറി പൗഡറുകളുടെ ലോകത്തോട്ട് മാം സംരംഭകരെയായി എത്തിയിരിക്കുന്നത്? എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു നിതേഷ് ഫോർ ദാറ്റ് അമേസിങ് ഇൻട്രൊഡക്ഷൻ. ഞാൻ ബേസിക്കലി hailing from Karnataka, but I love Malayalis, I love Malayalam. I watch most of the Malayalam movies, especially Mohanlal sir, Mammootty sir, and all the new gen movies. So forgive me if I have any mistakes in my Malayalam speaking. I'll try my best to speak in Malayalam. So നമുക്ക് ഞവര നിഷ്പ്രയ എന്ന് പറയുന്ന രണ്ട് പ്രോഡക്ട്സിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ നമ്മുടെ ബ്രാൻഡ് പ്രൊഡക്ട്സിനെ കുറിച്ചാണ് സംരംഭത്തിൻ്റെ എരിവും പുളിയും എന്നുള്ള ഈ ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നത്. ഇൻഫാക്ട് ലെറ്റ് മീ സ്റ്റാർട്ട് വിത്ത് വൺ തിങ്. നിതീഷിന് ഇത് കാണുമ്പോൾ ഇതിൽ എന്തൊക്കെ, ഈ പൗഡേഴ്സിൽ എന്തൊക്കെ ഉണ്ടെന്ന് നിതീഷിന് പറയാൻ പറ്റുമോ? എനിക്കതിനകത്ത് മാക്സിമം പറയാൻ പറ്റുന്ന, സാമ്പാർ പൊടിയാണെങ്കിൽ മല്ലി കാണും, മഞ്ഞൾപ്പൊടി കാണും, അല്ലെങ്കിൽ മുളക് കാണും. അതിൽ കൂടുതൽ എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷേ അതിൻ്റെ കൂടെ എന്തൊക്കെ ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. റൈറ്റ്. സോ ഒബ്വിയസ്ലി ഇങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, ഇതിൻ്റെ മാനുഫാക്ചറിങ് എക്സ്പയറി ഡേറ്റ്, എവറിത്തിങ് വിൽ ബി മെൻഷൻഡ്. സോ നമുക്കത് കാണാം. പക്ഷേ എങ്കിലും ഒരു 50% ഡൗട്ട് നമ്മുടെ ഉള്ളിലുണ്ടാവും, വേറെ എന്തൊക്കെ ഇതിൽ കലർത്തിയിട്ടുണ്ടാവും, വേറെ എന്തൊക്കെ ഇതിൽ ഉണ്ടാകും എന്നുള്ളൊരു സംശയം നമുക്ക് എന്തായാലും ഉണ്ടാവും. നേരെ മറിച്ച് ലെറ്റ് മീ ഷോ യു വൺ മോർ പ്രോഡക്റ്റ്. സോ ഇതും ഒരു സാമ്പാർ മിക്സാണ്. ഇത് കാണുമ്പോൾ നിതീഷിന് എന്ത് പറയാൻ പറ്റും? നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി പൊടിക്കുന്നെങ്കിൽ വിശ്വാസത്തോടെ നമുക്ക് കളിക്കാം. ഐ മീൻ, എന്തൊക്കെയാണ് കണ്ടതിന് ശേഷം പൊടിച്ചിട്ട് കറിയിലിടുന്നതിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും. അതൊരു കോൺഫിഡൻസ് ലെവൽ തരുന്നതാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്. സോ നേരത്തെ പറഞ്ഞ 50% സംശയം ഓൾമോസ്റ്റ് ഇതിൽ 100% പ്രൂവ് ആവും. ബിക്കോസ് ഐ ക്യാൻ സീ ഇതിൽ മല്ലിയുണ്ട്, മുളകുണ്ട്, കായുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ദാൽസ് ഉണ്ട്. സോ ഒബ്വിയസ്ലി എൻ്റെ ആ സംശയം ഇവിടെ കുറേ ഭാഗം ഒഴിവായി കിട്ടി. സോ ദിസ് ഇസ് വാട്ട് വി നിഷ്പ്രയ ഈസ്, ദ ട്രാൻസ്പെറൻസിയാണ് നമ്മൾ നിഷ്പ്രയ എന്ന് പറയുന്ന ഈ ബ്രാൻഡിലൂടെ ആക്ച്വലി ഗെറ്റിംഗ് ഇൻ ടു ദ മാർക്കറ്റ്. സോ വി ആർ ടോട്ടലി 0% കെമിക്കൽ ഫ്രീ, നോ ആഡഡ് പ്രിസർവേറ്റീവ്സ്. സോ ഇതാണ് നമ്മൾ ടോട്ടലി മാർക്ക് പ്രോഡക്ട്സ്. ദറ്റ് ഇസ് വാട്ട് വി ആർ ആൻഡ് ദറ്റ് ഇസ് വാട്ട് ആർ നെയിം ഈസ്. സോ ഇതോടൊപ്പം ഈ ഒരു ട്രാൻസ്പെറൻസി വരാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ പുറകെ നമ്മൾ അത്യാവശ്യം നല്ല റിസർച്ച് തന്നെ ചെയ്യേണ്ടി വന്നു. ടോട്ടലി ഞാനൊരു എഗ്രികൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടാണ്. ഇൻഫാക്ട് ഞാൻ കല്യാണം കഴിച്ച് വന്ന വീട്ടിലും അത്യാവശ്യം they know about agriculture. So selection of crops, it was not a tedious task to us. നല്ല ക്രോപ്പ് സെലക്ഷൻ, ഏത് പെർട്ടിക്കുലർ, ഏതാണ് ഈ എ ഗ്രേഡ്, വാട്ട് ഇസ് ദ ക്വാളിറ്റി ഓഫ് ഈച്ച് ആൻഡ് എവറി പ്രോഡക്റ്റ്, ദിസ് വാസ് നോട്ട് എ ബിഗ് ഇഷ്യൂ ഫോർ us. സോ ഇതിൻ്റെ ചാലഞ്ചിങ് ടാസ്ക് നമുക്ക് വന്നത് ഷെൽഫ് ലൈഫാണ്. സോ ഏതൊരു പ്രോഡക്റ്റും ഒരു സൂപ്പർ മാർക്കറ്റിലെത്തുമ്പോൾ ഇതിൻ്റെ ഷെൽഫ് ലൈഫ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും? നമ്മളൊക്കെ ഇത് വീടുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. സോ പല പ്രാവശ്യം ഇത് പൂത്തു പോകാറുണ്ട്, ഇതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടാറുണ്ട്. ബട്ട് ഹൗ ടു മെയിൻറ്റെയിൻ ഇറ്റ്, ദിസ് വാസ് എ ചാലഞ്ചിങ് ടാസ്ക് ടു us. സോ ഇത് ഒരു ക്രോപ്പ് കൾട്ടിവേഷൻ മുതൽ അതിൻ്റെ ക്രോപ്പ് പ്ലക്കിംഗ്, അതിൻ്റെ സ്റ്റെറിലൈസിങ്, അതിൻ്റെ പാക്കേജിങ്, ദ മെയിൻറ്റെയിനിങ് ഓഫ് ടെമ്പറേച്ചർ, എവറിത്തിങ് വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ടു us. സോ ഇത് നമ്മൾ ബാലൻസ് ചെയ്യാനാണ് ചാലഞ്ചിങ് ടാസ്ക് ആയിട്ട് ദ ഹോൾ ടീം ഓഫ് നിഷ്പ്രയ വാസ് വർക്കിംഗ് ആൻഡ് വി വർ സക്സസ്ഫുൾ ടു കം ഇൻ ടു ദ മാർക്കറ്റ്. ദെൻ കമ്മിങ് ടു ഞവര, ഞങ്ങളുടെ ടോട്ടലി ദ കോൺസെൻട്രേറ്റിംഗ് കസ്റ്റമേഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് വർക്കിംഗ് വിമൻ ആയിരുന്നു, വീട്ടമ്മമാർ. അമ്മമാരാണ് ഏറ്റവും കൂടുതൽ
ആ ഒരു ഫാമിലിയിലെ ഹെൽത്ത്, ദെയർ എനർജി സെക്യൂർ ചെയ്യാൻ വേണ്ടി പാചകം ഉണ്ടാക്കുന്നത്. സോ എല്ലാവരുടെ ഉള്ളിലും ഈ സംശയമാണ്, ഇതിൽ എന്തൊക്കെ കലർത്തിയിട്ടുണ്ടാവും, ഈസ് ഇറ്റ് ഗുഡ് ഫോർ ഹെൽത്ത്? പക്ഷേ ഇതില്ലാതൊട്ട് ജീവിക്കാനും പറ്റാത്ത അവസ്ഥ. സോ വി വെർ ആക്ച്വലി ഫോക്കസിങ് ഓൺ ദിസ് വർക്കിംഗ് വുമൻ. ബട്ട് ഫോർ ആ സർപ്രൈസ്, നമ്മൾ ഈ നമ്മുടെ ഇൻവെൻഷനിൽ നിന്ന് വെൻ വി റീച്ച് ടു ദ മാർക്കറ്റ്, ഓൺ ടു ദ ഷെൽഫ് ഓഫ് എ സൂപ്പർ മാർക്കറ്റ്, ദ ഫീഡ്ബാക്ക് ആൻഡ് ദ റിവ്യൂ വാട്ട് വി ഗോട്ട് വാസ് മെയിൻലി ഫ്രം ദ റിട്ടയർഡ് പീപ്പിൾ ഹു ആർ എൻജോയിങ് ദ റിട്ടയർഡ് ലൈഫ്. 60+ ഏജുള്ള കസ്റ്റമേഴ്സിൽ നിന്നാണ് നമുക്ക് കൂടുതലും ഫീഡ്ബാക്ക് വന്നത്. ദ ഗുഡ് ഫീഡ്ബാക്ക്, ദേ വർ ഹാപ്പി വിത്ത് ഇറ്റ്, ദ അറോമ, ദ ഫ്ലേവർ, ദ ടേസ്റ്റ്, എവറിത്തിങ് ദേ വർ ഹാപ്പി വിത്ത് ഇറ്റ്. പക്ഷേ വി വർ ഹാപ്പി, ഇൻഫാക്ട് വി വർ സർപ്രൈസ്ഡ് ആസ് വെൽ വൈ ഡിൻറ്റ് റീച്ച് ഔട്ട് ടു ദ വർക്കിംഗ് ക്ലാസ് വിമൻ, ദ മോം, വീട്ടമ്മമാർ, അല്ലെങ്കിൽ വാട്ട് വി സേ ദ ബിസി ലൈഫ്, വർക്കും അതേപോലെ വീടും ബാലൻസ് ചെയ്യുന്ന ഈ ഒരു സെക്ടറിലേക്ക് എന്തുകൊണ്ട് നമുക്ക് എത്തിക്കാൻ പറ്റിയില്ല എന്നുള്ള അടുത്ത ഒരു ചോദ്യത്തിലാണ് വി കേം അപ്പ് വിത്ത് ഞവര. അതാണ് ഞാൻ ആദ്യം കാണിച്ച ദിസ് മസാല പൗഡർ, ദ ഞവര. ഓക്കെ, സോ ഇതിലേക്ക് വന്നപ്പോഴാണ് വി അണ്ടർസ്റ്റുഡ്, ഈവൻ ദോ ആ ടാഗ് ലൈൻ ഇസ് 2 minutes to purity, അതാണ് നിഷ്പ്രയുടെ ടാഗ് ലൈൻ. ഈവൻ ദോ വിത്ത് ദിസ് ടാഗ് ലൈൻ, ദ 2 minutes ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ടു അസ്. ഈ 2 minutes നമുക്ക് സ്പെയർ ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ദ നിഷ്പ്രയ പ്രോഡക്റ്റ് വാട്ട് വി ഹാവ്, ജസ്റ്റ് റോസ്റ്റ് ചെയ്യുക, ഗ്രൈൻഡ് ഇറ്റ്, യൂസ് ഇറ്റ് ആസ് പെർ യുവർ നീഡ്. ദറ്റ് വാസ് അവർ മെയിൻ മോട്ടോ ബിഹൈൻഡ് നിഷ്പ്രയ. ബട്ട് ഈ 2 minutes പോലും ഇൻ ദിസ് ബിസി കോമ്പറ്റേറ്റീവ് വേൾഡ്, ആ 2 minutes പോലും നമുക്ക് സ്പെയർ ചെയ്യാൻ പറ്റാതെ വരുന്ന അവസ്ഥയിലാണ് നമ്മൾ ഞവരയിലേക്ക് ഇറങ്ങുന്നത്. ഞവര ഈസ് സംതിങ് ടോട്ടലി പൗഡർ. എന്താണ് നിഷ്പ്രയയിൽ നമ്മൾ പാക്ക് ചെയ്യണേ? ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി കൺവേർട്ടഡ് ടു പൗഡർ ഇൻ ഞവര. ഇതിൻ്റെയും ഫീഡ്ബാക്കായിട്ട് വെൻ വി ഡിഡ് ദ സർവേ, വി ഗോട്ട് എ വെരി ഗുഡ് ഫീഡ്ബാക്ക് സെയിങ് the taste, the aroma, the quality, everything is totally convincing. Now we are really happy that we can complete our task or the invention what we bought into the market. ഒരു വീട്ടമ്മമാരിൽ നിന്ന് റിട്ടയറിംഗ് ഏജ് എൻജോയ് ചെയ്യുന്ന എല്ലാവരുടെയും ഇടയിൽ നിഷ്പ്രയ ആൻഡ് ഞവര got a good hold. That is what we are happy with, and I'm really proud that Mawazo gave me such a good opportunity to present my startup story over here, which is a very good opportunity as well as motivation for all young entrepreneurs and startups over there. ഇതോടൊപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് നേരിടുന്ന ചോദ്യം, അല്ലെങ്കിൽ ഇനീഷ്യലി നിതീഷ് എന്നോട് ചോദിച്ച ചോദ്യം, ഒരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു എംബെഡഡ് VLSI ടെക്നിക്കൽ ഫീൽഡ്, ഹൗ കം ഇൻ ടു എ ഫുഡ് മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു ഫുഡ് ഇൻഡസ്ട്രി? സോ ഇതിനൊരു കുസൃതി ഉത്തരമാണ് എൻ്റെ കയ്യിലുള്ളത്. ഞാൻ പല പ്രാവശ്യവും ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു ഉത്തരവാണിത്. ലൈക്ക് നമ്മുടെ ഒരു ബിഫോർ 10 to 20 years ഒരു ബോണ്ട പഴംപൊരിയൊക്കെ വാങ്ങണമെങ്കിൽ ഹാർഡ്ലി ഒരു 1 rupee ഓർ ലെസ് ദാൻ ദാറ്റ് മതിയായിരുന്നു. പക്ഷേ BSNL സ്കോട്ടൽ എന്ന് പറയുന്ന നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സിൻ്റെ കാലഘട്ടത്ത് ഒരു ഔട്ട് ഗോയിങ് കോൾ ചെയ്യണമെങ്കിൽ വി നീഡ് അറ്റ്ലീസ്റ്റ് മോർ ദാൻ 10 rupees ഓർ നിയർ ടു 15-16 rupees. എങ്കിൽ ഇന്ന് ബോണ്ട പഴംപൊരി വാങ്ങണമെങ്കിൽ വി നീഡ് മോർ ദാൻ 10 rupees. എന്നിട്ട് ഒരു ഔട്ട് ഗോയിങ് കോൾ ചെയ്യണമെങ്കിൽ വി ഹാർഡ്ലി ഗോ ഇൻ ടു അൺലിമിറ്റഡ് കോൾസ്, 1 paisa 2 paisa കോൾസ്. സോ അത്രയും ഫ്ലറിഷിംഗ് ആണ് ഫുഡ് ഇൻഡസ്ട്രി. ദറ്റ് ഈസ് വാട്ട് ഐ എം മീനിങ് ഓവർ ഹിയർ. ആൻഡ് ഇറ്റ് ഡസൻറ്റ് മീൻ ദറ്റ് ടെക്നിക്കൽ ഇസ് നോട്ട് ഫ്ലറിഷിംഗ്, ബട്ട് ഇറ്റ് ഇസ് കോൺസെൻട്രേറ്റിംഗ് മോർ ഓൺ ലെസ് കോസ്റ്റ് ടു റീച്ച് മോർ പീപ്പിൾ. ഫുഡിൻ്റെ കാര്യത്തിൽ കോസ്റ്റ് നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ പോയാൽ ഒബ്വിയസ്ലി വി വിൽ ഹാവ് ടു കോംപ്രമൈസ് വിത്ത് ദ ക്വാളിറ്റി. ഫുഡ് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന സാധനമാണ്, വെറാസ് ടെക്നിക്കൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ്, ടെക്നോളജി. സോ ദാറ്റ് ഈസ് വെയർ ഐ ആം ഇൻ ടു ദ ഫുഡ് മാർക്കറ്റ്. ദാറ്റ് ഈസ് ഹൗ ഐ എം ബാലൻസിങ് ബോത്ത്. ഇനി കേരളത്തിലെ സംരംഭകർക്ക് ലിറ്റിൽ ഡിഫിക്കൾട്ടാണ് എല്ലാം. ഐ മീൻ ഇൻ ദ ബിഗിനിങ് ഇഫ് യു ആർ എ യങ് ഓൺടർപ്രീനർ. എൻ്റെ ചോദ്യം അതായിരുന്നു. നിഷ്പ്രയ എന്നാണ് ബ്രാൻഡിൻ്റെ നെയിം. അപ്പം കേരളത്തിൽ അല്ലെങ്കിൽ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഈ ഒരു മാർക്കറ്റിലോട്ട് എത്താനും സ്റ്റാർട്ടപ്പിലോട്ട് എത്താനും അല്ലെങ്കിൽ കേരളത്തിൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനും എന്തുമാത്രം നിഷ്പ്രയാസമായിരുന്നു എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ചോദ്യം. റൈറ്റ്, എക്സാക്ട്ലി. സോ കേരളത്തിലെ സംരംഭകർക്ക് ബുദ്ധിമുട്ടുള്ള പല സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, പല സംരംഭക കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ലൈക്ക് മോഹൻലാൽ സാർ അഭിനയിച്ച മിഥുനം എന്ന് പറയുന്ന സിനിമയിൽ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. ദാക്ഷായിണി ബിസ്ക്കറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു ആ ലൈസൻസ് കിട്ടാൻ വേണ്ടി ബുദ്ധിമുട്ടി ഓടുന്ന ആ ഒരു രംഗം. അതേപോലെ വരവേൽപ്പ് എന്ന് പറയുന്ന സിനിമയിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഗൾഫ് മോട്ടേഴ്സ് ഒരു ബിസിനസ് മാൻ എങ്ങനെ ബുദ്ധിമുട്ടുന്നു എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. ബട്ട് ഇറ്റ് വാസ് നോട്ട് ദാറ്റ് ഡിഫിക്കൾട്ട്. കാരണം K-Swift എന്ന് പറയുന്ന ഒരു കേരള സ്വിഫ്റ്റിൻ്റെ ഒരു ക്ലിയറൻസ്, 1 single window എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലൂടെ ഇറ്റ് വാസ് നോട്ട് ദാറ്റ് ഡിഫിക്കൾട്ട് ടു ഒബ്റ്റെയിൻ മോസ്റ്റ് ഓഫ് ദ ക്ലിയറൻസ് ലൈസൻസസ് ഇൻ ദ ബിഗിനിങ്. സോ ദാറ്റ് വാസ് എ ഈസി ഫ്ലോ. ബട്ട് ഹാർഡ്ഷിപ്സ് ഇതല്ലായിരുന്നു. ഹാർഡ്ഷിപ്സ് വാസ് ദാറ്റ് നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്തു, ഇൻവെൻറ്റ് ചെയ്തു, വി ടുക്ക് ഇറ്റ് ഇൻ ടു ദ മാർക്കറ്റ്,
some supermarkets supported us. We had a tie-up and we bought there. ഒരു സിംഗിൾ ടൈം ബില്ലായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് 300 to 600 റുപ്പീസാണ് ഒരു വൺ ബില്ലിൽ നമുക്ക് കോട്ടാവുന്ന എമൗണ്ട്. ഇൻഫാക്ട് അതായത് നമുക്കൊരു 6 to 7 പ്രൊഡക്ട്സ് ഉണ്ടായിരുന്നു. സോ മേ ബി 6 pieces 3 pieces ഇതായിരുന്നു കിട്ടിക്കൊണ്ടിരുന്ന ഓർഡർ. ബട്ട് ലേറ്റർ ഓൺ, അപ്പോൾ ഈ സമയത്ത് പലരും നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, ഇത് എവിടം വരെ എത്തും, ഇതൊക്കെ കൊണ്ട് പോകാൻ പറ്റുമോ, ഇതൊക്കെ കൊണ്ടുപോയാൽ വല്ലതും നടക്കുമോ. അപ്പോൾ യങ് ഓൺടർപ്രീനറിന് ഇത് വളരെ ബുദ്ധിമുട്ടാണ് ഇവിടുന്ന് ജയിച്ചു വരാൻ. ഒരു പരമ്പരാഗത ബിസിനസ് ഇതില്ലാത്ത ഒരു ഇതിൽ ഇറ്റ് ഡിഫിക്കൾട്ട് നമ്മുടെ ഒരു സംഭവം ഇങ്ങനെ എക്സാഗ്രേറ്റ് ചെയ്യാൻ. സോ അതായിരിക്കാം മേ ബി എൻ്റെ ഹസ്ബൻഡ്, ഹീ ഈസ് ആക്ച്വലി ഫ്രം കണ്ണൂർ, കേരള, ആൻഡ് ഹീ കെയിം ഓൾ ദ വേ ടു കർണാടക ടു pick a person like me to marry because he was a young entrepreneur and it is very difficult to showcase. ഒരു പെണ്ണ് കിട്ടാൻ പോലും ബുദ്ധിമുട്ടാണെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞ് ഞാൻ കേട്ടേക്കുന്നത്. ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ് ജസ്റ്റ് ഫോർ ഫൺ. എങ്കിലും അപ്പോൾ ഈ ഒരു ഇതിൽ കേരളത്തിൽ ഇപ്പോൾ സംരംഭകർക്ക് ഇത്രയും വലിയ ഡിഫിക്കൽട്ടി ഇല്ല. ഈ ചോദ്യങ്ങൾ നമ്മൾ നമ്മുടെ ഫാമിലിയുടെ ഇടയിൽ നിന്ന് നേരിടുമ്പോഴും ഗൾഫിൽ പൊക്കൂടെ, അത്യാവശ്യം എഡ്യൂക്കേഷൻ ഇല്ലേ, അവിടെ പോയി UK, കാനഡ ഈ വക ഓപ്പർച്യൂണിറ്റീസ് എടുത്തൂടെ, നല്ല ശമ്പളം കിട്ടൂലേ, എന്തിനാണ് ഈ 600 രൂപ 300 രൂപ ബില്ലിൽ കഷ്ടപ്പെടുന്നത് എന്നുള്ളൊരു ചോദ്യം ഇതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ ഹസാർഡ്. ബട്ട് നമ്മുടെ വിഷൻ വാസ് ടു ഗെറ്റ് ഇൻ ടു എ ഗുഡ് മാർക്കറ്റ്. സോ ഈ വിഷൻ ആയിരുന്നു നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോൺസെൻട്രേഷൻ. വി വർക്ക്ഡ് വെരി ഹാർഡ് ടുവേർഡ്സ് ഇറ്റ്, എഫേർട്ട്ലെസ്, ടയർലെസ് വർക്കിംഗ്, ആൻഡ് ദെൻ വി കുഡ് convert that 600 rupees 300 rupees bill into 1 to 1.5 lakhs in a single bill. That was our great achievement, and now we have an answer for every hazards what we faced. സോ ഈ ഹസാർഡ്സ് ഇപ്പോൾ നിലവിൽ ഒരു യങ് ഓൺടർപ്രീനറിന് ഇത്രയും ബുദ്ധിമുട്ടില്ല. കാരണം വി ഹാവ് വിഷണറി ലീഡേഴ്സ്, വി ഹാവ് മോസ്റ്റ് ഓഫ് ദ സപ്പോർട്ട് ഫ്രം ദ ഗവൺമെൻറ്. ഇഫ് യു ഹാവ് എൻ ഐഡിയ, എ സ്പാർക്കിംഗ് ഐഡിയ, ആൻഡ് യു ഹാവ് ദാറ്റ് വിഷൻ ടു കം അപ്പ് വിത്ത് ഇറ്റ്, you have enough opportunities, especially like Mavaz or the opportunity what they are giving, the pitching ideas, everything, it gives us a really great opportunity. അതായിരുന്നു അത്. സോ ദാറ്റ് ഈസ് വാട്ട് വി ആർ ഇൻ ടു. അതാണ് നമ്മുടെ ഈ സ്റ്റാർട്ടപ്പ് നമുക്ക് കേരളത്തെ സംരംഭം തുടങ്ങാൻ വലിയ ബുദ്ധിമുട്ടാവാതിരുന്നത്. ആൻഡ് നൗ വി സ്റ്റാർട്ടഡ് ഇൻ കർണാടക, മാംഗ്ലൂർ, ആൻഡ് നൗ വി ആർ സ്റ്റാർട്ടിങ് എ ന്യൂ പ്ലാന്റ് ഹിയർ ഇൻ കണ്ണൂർ. 4th ആണ് അതിൻ്റെ ഇനോഗ്രേഷൻ, ഒരു സെമി ഓട്ടോമേറ്റഡ് പ്ലാന്റ്. സോ ദാറ്റ് കൺവേർഷൻ ഗേവ് us എ ഗുഡ് പിച്ച് ത്രൂ. ദെൻ ഇൻ ദിസ് ഇനിയിപ്പോൾ ഈ വിഷനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, പെർട്ടിക്കുലർലി എല്ലാവർക്കും വിഷൻ ഉണ്ടാവും, ബട്ട് ഹൗ വി സ്ട്രൈവ് ഹാർഡ് ഫോർ ഇറ്റ്, അതാണ് ഇമ്പോർട്ടൻറ്റ്. വിഷൻ ഒരു പെർട്ടിക്കുലർ ഏരിയ വെച്ചു, 2 തവണ ശ്രമിച്ചു, പിന്നെ അത് ഒഴിവാക്കുക, ഇതായിരുന്നില്ല. പല പ്രാവശ്യം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അമൃതാനന്ദമയുടെ ഒരു കോട്ടായിട്ട്, രാജാവിനെയാണ് ലക്ഷ്യമെങ്കിൽ രാജാവിലേക്ക് തന്നെ പോകണം, ആ വഴിയിൽ കാണുന്ന ഒന്നും നിങ്ങളെ അലട്ടാൻ പാടില്ല. വൺസ് യു റീച്ച് ദ കിങ്, ആ വഴിയിൽ കണ്ട സ്വർണ്ണമായാലും മന്ത്രിയായാലും ഇവരെല്ലാം നിന്നിലേക്ക് നോക്കിക്കോളും. സോ ദാറ്റ് ഈസ് വാട്ട് ഐ വോണ്ട് ടു ടെൽ ഫോർ യങ് ഓൺടർപ്രീനേഴ്സ്. വിഷൻ, അതിലേക്ക് ശ്രമിക്കുക. അതിലേക്ക് എത്തിക്കഴിയുമ്പോൾ വേറെ എല്ലാ ഓപ്പർച്യൂണിറ്റീസും നിങ്ങളെ തേടി വരും. സോ വർക്ക് ഹാർഡ്, സ്ട്രൈവ് ഹാർഡ്. ഇറ്റ് ഈസ് നോട്ട് എ one day task or one night task. It is something which will happen with overall day-to-day achievement and day-to-day struggle. സോ ഇപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് ഈ സിന്തറ്റിക് ഡ്രഗ്സിനെ കുറിച്ചൊക്കെ. സോ ഇത് ഉപയോഗിക്കരുത് എന്ന് പറയുന്നതിലുപരി ഇത് ഒഴിവാക്കിയാൽ വേറെ എന്ത് എന്നുള്ളതും നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടതാണ് നമ്മുടെ തലമുറയ്ക്ക്. വിഷണറി ലീഡേഴ്സ് ഉള്ളപ്പോൾ ഒബ്വിയസ്ലി ഇറ്റ് ഈസ് പോസിബിൾ. അവർക്കൊരു ഡിഫറെൻറ്റ് എൻ്റർടൈൻമെൻ്റ് ആണ് വേണ്ടത്. ദേ മൈറ്റ് ബി ഹാവിങ് an idea, ബട്ട് ദേ ഡോണ്ട് നോ where to present it, how to get it, how to implement it. സോ ആ ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ ഒരുപാട് ഇമ്പ്രൂവ് ആവുന്ന കാലഘട്ടമാണ്. സോ ഒബ്വിയസ്ലി എവറിത്തിങ് വി ക്യാൻ മേക്ക് ഇറ്റ് സിംപ്ലർ ആൻഡ് ക്ലിയർ. And thank you, Mavaza, for this great opportunity. And thank you all. താങ്ക് യു മാം. ഓഡിയൻസിനകത്ത് ഇനി ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് 1-2 ചെയ്തിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ തോന്നുന്നു. ഉണ്ടോ? ക്വസ്റ്റ്യൻസ് ഉണ്ടോ? Okay. Thank you so much, ma'am, for your wonderful explaining wonderful journey of this startup. And മവാസോയുടെ എല്ലാ ആശംസകളും കേരള മാർക്കറ്റും ഇന്ത്യൻ മാർക്കറ്റും ഇൻ്റർനാഷണൽ മാർക്കറ്റ് വരെ പിടിച്ചെടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു so much.